ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ്. ഒരു നീറ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഈ മോഡേൺ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന, എങ്ങനെ പോയാലും ഈ ചാപ്റ്ററിൽ നിന്ന് 1 or 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എല്ലാ കൊല്ലത്തിനും ഇരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ ഈ ചാപ്റ്റർ എങ്ങനെ നമുക്ക് സെറ്റ് ആക്കാം, ഈ വരുന്ന റീനീറ്റ് എക്സാമിന് കുറച്ച് നേരം കൊണ്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ ആണ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഡെഫിനിഷൻ ഒക്കെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് when light of suitable frequency light when it incident on certain metallic surface or it illuminates a metallic surface. ഒരു മെറ്റാലിക് സർഫസിൽ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ മെറ്റാലിക് സർഫസ്. മെറ്റാലിക് സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ദിസ് ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? when light of suitable frequency light when that incident on metallic surface, electrons are emitted from the metallic surface. Okay, and this is called photoelectric effect and electrons emitted are called photoelectrons. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷനും അതിന് മുമ്പുള്ള നീറ്റ് എക്സാമിനേഷന്റെ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലെ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കടക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ കുറച്ച് ഗ്രാഫുകൾ ആദ്യം പഠിക്കണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ഗ്രാഫ്സ് ഇൻ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ഗ്രാഫ്. അതിൽ ആദ്യത്തെ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇന്റൻസിറ്റി ഓൺ ഫോട്ടോ കറന്റ്. അതായത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്, അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്താണ് ആ ബന്ധം, അത് പഠിക്കുന്ന ഗ്രാഫാണ് ആദ്യം കാണിക്കുന്നത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ y ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്ലോട്ട് ചെയ്തു. എക്സ് ആക്സിലാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫ് നിങ്ങൾ നേച്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ഗ്രാഫാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ഓൺ ഫോട്ടോ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. അതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? അതിന്റെ ഒരു ഗ്രാഫിക്കൽ സ്റ്റഡിയാണ് പറയുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ y ആക്സിസിലും ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ x ആക്സിലും എടുത്തിട്ടാണ് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് മനസ്സിലാവുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, മനസ്സിലാക്കാട്ടോ ഐഡിയ ഇതാണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഫസ്റ്റത്തെ ഗ്രാഫ് പഠിക്കാറ്. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതായത് ഫസ്റ്റ് ഗ്രാഫിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ മേലെ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റിനുള്ള സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ഡിപെൻഡൻസ് ആണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ശ്രദ്ധിക്കുക, ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതായത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിൽ മാറ്റം വരുത്തിയാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എങ്ങനെ വേരി ചെയ്യും, ഈ ഐഡിയ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം ഗ്രാഫിന്റെ പോസിറ്റീവ് ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഞാൻ 0 ഭാഗത്ത് നിന്നാണ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ ഞാൻ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിനെ ഇനീഷ്യലി 0യിൽ നിന്ന് ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന കേസാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ശ്രദ്ധിക്കുക, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിനെ ഞാൻ 0യിൽ നിന്നും ഇൻക്രീസ് ചെയ്യുന്ന കേസാണ്. അങ്ങനെ ഞാൻ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിനെ 0യിൽ നിന്നും ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഈ റീജിയൻ എന്ന് പറയുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിനെ ഞാൻ പോസിറ്റീവ് ആക്കാണ്, 0യിൽ നിന്ന് ഞാൻ അതിനെ ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ വെനെവർ ദ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ്, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രാഫ് നല്ല പോലെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, y ആക്സിലാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എടുത്തേക്കുന്നത്. ആ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. അങ്ങനെ ഒരു കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തായിട്ട് മാറാണ്? മാക്സിമം ആണ്. പറഞ്ഞു മനസ്സിലായോ? ഇനി നിങ്ങൾ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യില്ല? വാല്യൂ മാറില്ല. പറഞ്ഞു മനസ്സിലായോ? ആ മാക്സിമം വാല്യൂ എങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. വാട്ട് എവർ ബി ദ റൈസ് ഇൻ
കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ നിങ്ങൾ എത്ര കൂട്ടിയിട്ടും ഒരു കാര്യമില്ല, ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ വാല്യൂ മാറില്ല, അത് മാറാതെ നിൽക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ കറണ്ടിന് ഒരു പേരുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് സാച്ചുറേഷൻ കറണ്ട്. അപ്പൊ പോസിറ്റീവ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിൽ എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ എന്ത് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ പോലെ തന്നെ സീറോയിൽ നിന്നും പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാണ്, നെഗറ്റീവ് അപ്ലൈ ആണ്. നെഗറ്റീവ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ആണ് അടുത്തടുത്ത്. അപ്പൊ ദിസ് ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ റീജിയൻ. ഈ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ റീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്കി പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടാണ്. നേരത്തെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടിയ ഐഡിയ ആണ് പറഞ്ഞത്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടാ. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടാന്ന് പറഞ്ഞാൽ എന്താക്കുക, 0 -1 ആക്കി, -2 ആക്കി, -3 ആക്കി, അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുക. അപ്പൊ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഞാൻ എന്ത് ചെയ്തു, -1 വോൾട്ട് അപ്ലൈ ചെയ്തു, -2 വോൾട്ട് അപ്ലൈ ചെയ്തു, -3 വോൾട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് കുറഞ്ഞു വരാണ്. എന്താ സംഭവിക്കുന്നത്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പെട്ടെന്ന് റാപ്പിഡ്ലി ഡിക്രീസ് ചെയ്യാണ്. അങ്ങനെ ഒരു സെർട്ടൈൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കം 0. ഓക്കെ, ആ ഷാർപ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സോ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഇപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈഡ് അറ്റ് ദ കളക്ടർ പ്ലേറ്റ് സോ ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കം 0. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്ന ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഐഡിയ മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഒരു ആശയം കൂടെ നമുക്ക് പറയാനുണ്ട്. എപ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആവുന്നത്? അപ്പൊ നിങ്ങൾക്കറിയാം, അതായത് ഒരു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ മെറ്റാലിക് സർഫസിൽ നിന്ന് ചറപറ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടാണ്, പല എനർജിയുള്ള ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടാണ്. അതിൽ ഏറ്റവും മാക്സിമം എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോണിനെ എപ്പോഴാണോ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ റിപ്പൽ ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആവുള്ളൂ. അല്ലെങ്കിൽ ആ മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോൺ എവിടെ വരും, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലിൽ റിസീവ് ചെയ്യപ്പെടും, ദർ വിൽ ബി ഫോട്ടോ കറണ്ട്. വളരെ ചെറിയ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും ദർ വിൽ ബി. അപ്പൊ എപ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആവാൻ ചോദിച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ, എപ്പോഴാണോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് മാക്സിമം എനർജറ്റിക് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യാൻ പറ്റുന്നത്, അപ്പോഴാണ് എന്ത് ചെയ്യുക, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ എന്ത് ചെയ്യുക, മാക്സിമം എനർജറ്റിക് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്ത് കളയും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്താവുകയും ചെയ്യുന്നു, 0 ആവുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും, മാക്സിമം എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. ഓക്കെ, അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു eV0. ഈ ഒരു ഐഡിയ എവിടെ നിന്ന് കിട്ടുന്നതാണ്. Okay, what is V0? It is the value of stopping potential. What is E? Electronic charge. അപ്പൊ E into V0 equal to എന്താണ്, kinetic energy max ആണ്. ഈ ഒരു ഐഡിയ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാണ്. എന്താണ് അടുത്ത ഭാഗം, അടുത്ത ഗ്രാഫാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മാറാം. ഇനി ഇതിന്മേ ഇന്റൻസിറ്റിന്റെ ഇഫക്റ്റ് എന്താണ്, ഫ്രീക്വൻസിന്റെ ഇഫക്റ്റ് എന്താണ്, ഇതാണ് അടുത്ത ഗ്രാഫ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക, ഇഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലായി, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആവുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. ഇതിന്റെ മേലെ ഇന്റൻസിറ്റിക്ക് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഫ്രീക്വൻസിനെ ഫിക്സ് ചെയ്ത് വെക്കും, കാരണം ഇന്റൻസിറ്റിന്റെ വേരിയേഷൻ പഠിക്കല്ലേ. ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നു, ഫിക്സ് ചെയ്ത് വെക്കുന്നു. ആൻഡ് വി ആർ വേരിയിങ് ദ ഇന്റൻസിറ്റി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റൻസിറ്റിനെ വേരി ചെയ്യാൻ, അതായത് പല ഇന്റൻസിറ്റി ഉള്ള ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പൊ പറയുന്നത് ശ്രദ്ധിക്കുക, ആദ്യത്തെ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കിയേ, പ്ലീസ് ശ്രദ്ധിക്കുക, സിമ്പിൾ ഐഡിയ ആണ്. ആദ്യത്തെ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കിയേ. ആദ്യം ഞാൻ ട്രൈ ചെയ്ത ഇന്റൻസിറ്റി I1 ആണ്. എത്രയാണ്, I1 ആണ്. ആ ഇന്റൻസിറ്റി I1 ട്രൈ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തു, സാച്ചുറേഷൻ കറണ്ട് കണ്ടുപിടിച്ചു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. എനിക്ക് കിട്ടിയ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, now I try another higher intensity. അപ്പൊ ഞാൻ വേറൊരു ഇന്റൻസിറ്റി ട്രൈ ചെയ്തു, ദാറ്റ് ഈസ് I2 greater than I1. നേരത്തെ ഉപയോഗിച്ച ലൈറ്റിനേറ്റ് കുറച്ചും കൂടെ ഇന്റൻസിറ്റി കൂടിയ ലൈറ്റ് ഉപയോഗിച്ചു. അപ്പൊ എന്താ ഉണ്ടായേ, അതിന്റെ ഗ്രാഫാണ് ഈ കാണുന്നത്, രണ്ടാമത്തെ ഗ്രാഫ്. പ്ലീസ്, അതിന്റെ ഗ്രാഫാണ് രണ്ടാമത്തെ ഗ്രാഫ്. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആകെപ്പാടെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. I1 I2 ആയിട്ട് മാറിയപ്പോൾ, അതായത് ഹയർ ഫ്രീക്വൻസി ആയപ്പോൾ സാച്ചുറേഷൻ കറണ്ട് കൂടി, പക്ഷെ ആര് മാറിയില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറിയില്ല. Now you try another higher intensity. നിങ്ങൾ വീണ്ടും കുറച്ചും കൂടെ ഹയർ ഇന്റൻസിറ്റി ട്രൈ ചെയ്തു, അതായത് നിങ്ങൾ I3 യൂസ് ചെയ്തു, നല്ല ഹൈലി ഇന്റൻസിറ്റി ആയിട്ടുള്ള ലൈറ്റ് വന്നു. എന്നിട്ട് നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അപ്പൊ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഷേപ്പുള്ള ഒരു ഗ്രാഫാണ്. ഗ്രാഫിന്റെ ഷേപ്പ് ഒന്നും മാറില്ല കേട്ടാ. ഓക്കെ, അത് നമ്മൾ നേരത്തെ പഠിച്ച അതേ സാധനം തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടിയത്.
അപ്പൊ അവിടെ നിങ്ങൾ നോക്കിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ ഒരു മാറ്റവും വരുന്നില്ല. ബട്ട് സാച്ചുറേഷൻ കറന്റ് ഫൗണ്ട് ടു ഹാവ് ലാർജർ വാല്യൂ. സാച്ചുറേഷൻ കറന്റ് കൂടി 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 വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലായ ഐഡിയ ഇത്രേ ഉള്ളൂ. ഇന്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇത്രേ ഉള്ളൂ. ഇന്റൻസിറ്റി മാറുമ്പോൾ ആര് മാത്രമേ മാറുള്ളൂ? സാച്ചുറേഷൻ കറന്റ് മാത്രമേ മാറുള്ളൂ. അപ്പൊ സാച്ചുറേഷൻ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ബട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് intensity. Stopping potential is independent of intensity. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നില്ല? ഇന്റൻസിറ്റിയുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഇന്റൻസിറ്റി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്റൻസിറ്റിന്റെ ഇഫക്റ്റ് അല്ലേ പഠിച്ചേ? നെക്സ്റ്റ് നമുക്ക് എന്തിന്റെ ഇഫക്റ്റ് പഠിക്കാം? ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതായത് ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ കാരണം സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ ആരെ വെക്കും? നമ്മൾ ഇന്റൻസിറ്റിനെ ഫിക്സ് ചെയ്ത് വെക്കും. അല്ലാതെ പഠിക്കാൻ പറ്റില്ലല്ലോ. രണ്ടു പേര് ഇത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇന്റൻസിറ്റിനെ ഫിക്സ് ചെയ്ത് വെച്ചു. കാരണം ഇന്റൻസിറ്റിന്റെ ഇഫക്റ്റ് ഞാൻ സ്റ്റഡി ചെയ്തതാണ്. നൗ ഐ ട്രൈ ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. ഓക്കെ, ഞാൻ ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ട്രൈ ചെയ്തു. ആദ്യം ഞാൻ ഉപയോഗിച്ച ഫ്രീക്വൻസി μ1 ആണ്. ആദ്യം ഞാൻ എടുത്ത ഫ്രീക്വൻസി എത്രയാണ്? μ1 ആണ്. ഓക്കെ, μ1 നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്തു? ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇതാണ് എനിക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ μ1 ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? V01. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. നെഗറ്റീവ് ഞാൻ എഴുതാണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഗ്രാഫ്. Now I try a higher frequency. ഞാനൊരു ഹയർ ഫ്രീക്വൻസി ട്രൈ ചെയ്തു. I tried μ2 which is greater than μ1. ഓക്കെ, ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. സാച്ചുറേഷൻ കറണ്ടിൽ ഒരു മാറ്റവും ഇല്ല. ശ്രദ്ധിക്കാട്ടാ, സാച്ചുറേഷൻ ഫ്രീക്വൻസി ഞാൻ മാറ്റിയപ്പോൾ സാച്ചുറേഷൻ കറണ്ട് നിങ്ങൾ നോക്കൂ. സാച്ചുറേഷൻ കറണ്ടിന്റെ ഭാഗത്തിൽ ഒരു മാറ്റവും ഇല്ല. പ്ലീസ് ശ്രദ്ധിക്കാട്ടാ, ഇതാണ് നമ്മുടെ സാച്ചുറേഷൻ കറണ്ട്. ഈ സാച്ചുറേഷൻ കറണ്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. വേറെ ഫ്രീക്വൻസി മാറ്റിയപ്പോഴും സാച്ചുറേഷൻ കറണ്ട് മാറുന്നില്ല. പക്ഷേ ആര് മാറി? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറി. അതായത് ഞാൻ ഫ്രീക്വൻസി μ2 ആക്കിയപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V02 ആക്കി. ആൻഡ് ഇറ്റ് ബിക്കം മോർ നെഗറ്റീവ്. അതെന്തായിട്ട് മാറി? കൂടുതൽ നെഗറ്റീവ് ആയിട്ട് മാറി. Now I tried another frequency. ഞാൻ വേറൊരു ഫ്രീക്വൻസി ട്രൈ ചെയ്തു. ശ്രദ്ധിക്കൂ കേട്ടോ, ഞാൻ വേറൊരു ഫ്രീക്വൻസി ട്രൈ ചെയ്തു. ദാറ്റ് ഈസ് μ3 ട്രൈ ചെയ്തപ്പോഴും എന്താ? സാച്ചുറേഷൻ കറണ്ട് മാറുന്നില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? ഗ്രാഫ് നോക്കൂ. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആവുന്ന പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതെന്തായിട്ട് മാറി? V03 ആയിട്ട് മാറി. അപ്പോൾ ഇഫ് ഐ ട്രൈഡ് μ3, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബിക്കം V03 ആൻഡ് ബിക്കം more negative. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടും. That become you require more negative potential to stop the most kinetic energetic electron. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് കൂടുതൽ എന്ത് വേണം? നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആവശ്യമായി വരും. എന്തിന്? ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഐഡിയ മനസ്സിലായോ? ഇതാണ് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പിടികിട്ടിയത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇഫ് യു ഇൻക്രീസ് ദ ഫ്രീക്വൻസി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബിക്കം മോർ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഐഡിയ നിങ്ങൾക്ക് അറിയാലോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വരുന്ന ഇൻകമിങ് ഇലക്ട്രോണിന്റെ മാക്സിമം കൈനറ്റിക് എനർജി കൂടുന്നു എന്നാണ് അതിനർത്ഥം. പറഞ്ഞു മനസ്സിലായത്? നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാക്സിമം കൈനറ്റിക് എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനർത്ഥം എത്ര ഉള്ളൂ? വെരി സിമ്പിൾ. നിങ്ങൾ ഫ്രീക്വൻസി, ഇൻകമിങ് റേഡിയേഷന്റെ ഫ്രീക്വൻസി നിങ്ങൾ മാറ്റുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുമ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ മോർ നെഗറ്റീവ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ആവശ്യമാണ്. ദിസ് ഇസ് ദ ഐഡിയ. ഓക്കെ, ഒരു ഗ്രാഫും കൂടി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ ആരുടെ കൂടെ? നോക്കൂ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ വിത്ത് വാട്ട്? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. നിങ്ങൾക്ക് നേരത്തെ ഗ്രാഫിൽ ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഗ്രാഫ് ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിലെ ശ്രദ്ധിക്കാതെ, ഈ ഗ്രാഫിൽ നിന്നും 1-2 ഐഡിയസ് പറയാനുണ്ട്. അതായത് ഈ ഗ്രാഫിൽ നിന്നും പറയുന്ന ഐഡിയ ശ്രദ്ധിക്കുക. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ ഞാൻ y ആക്സിൽ പ്ലോട്ട് ചെയ്തു. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനെ ഞാൻ എന്ത് ചെയ്തു? X ആക്സിൽ പ്ലോട്ട് ചെയ്തു.
ഇനി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഞാൻ കൂട്ടിക്കൊണ്ടുവരാണ്. അതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ എന്ത് പറ്റുന്നു സ്റ്റഡി ചെയ്യുന്ന ഗ്രാഫാണ്. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എന്ത് ചെയ്യുന്നു കൂടി കൂടി വരുന്നു. ലീനിയർ വേരിയേഷൻ ആണ്. അപ്പൊ ഞാനിവിടെ എഴുതിത്തരാം എന്താണെന്ന്. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ varies linearly with frequency of incident radiation. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ കൂട്ടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു കൂടുന്നു. അത് എന്ത് വേരിയേഷനാ? ലീനിയർ വേരിയേഷൻ ആണ്. അതുകൊണ്ടാണ് ഗ്രാഫ് ലീനിയർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫ് ബിക്കം സ്ട്രെയിറ്റ് ലൈൻ. ഇനി നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടാ. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ ഗ്രാഫ് ഒന്ന് നല്ല പോലെ ശ്രദ്ധിച്ചേ. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി മെറ്റൽ എന് അത് μ0 ആണ്, മെറ്റൽ ബിന് അത് μ0 ഡാഷ് ആണ്. അതായത് മെറ്റൽസ് ഡിഫറെന്റ് ആയാൽ ഈ ഫ്രീക്വൻസി മാറുന്നു എന്നാണ് ഐഡിയ. ബട്ട് ഗ്രാഫിന്റെ വേരിയേഷനിൽ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താവാണ്? 0 ആവാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആവാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണെന്ന് വിചാരിച്ചാൽ ഇലക്ട്രോൺസ് ഒന്നും എമിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതായത് there is no photoelectric effect. ഈ ഫ്രീക്വൻസി, അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആവുന്ന ഈ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാത്ത ഐഡിയ. ക്ലിയർ അല്ലേ? ഈ ഫ്രീക്വൻസി ഇതൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഇതൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇറ്റ് ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ബിലോ ദിസ് ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. പറഞ്ഞ മനസ്സിലായോ? ഈ ഫ്രീക്വൻസി കൃത്യമായി ഓർത്ത് വെക്കണം. എന്താ അതിന്റെ പേര്? ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് താഴെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇല്ല. ഇനി ത്രെഷോൾഡ് ഫ്രീക്വൻസിനെ നിങ്ങൾ ത്രെഷോൾഡ് വേവ് ലെങ്തുമായി കണക്ട് ചെയ്തോ, അങ്ങനെയാണെങ്കിൽ ത്രെഷോൾഡ് വേവ് ലെങ്തിന് മേലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇല്ല. മനസ്സിലാക്കുക, ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് താഴെയും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. ത്രെഷോൾഡ് വേവ് ലെങ്തിന്റെ ടേംസിലാണ് പറയുന്നത്. ത്രെഷോൾഡ് വേവ് ലെങ്തിന്റെ മേലെയും എന്ത് നടക്കില്ല? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. കത്തിയോ? ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പത്തെ നീറ്റിൽ ചോദിച്ച ഒരു സിമ്പിൾ ചോദ്യം. ഓക്കെ, which of the following option represent the variation of photoelectric current with the property of light shown on the x-axis? ഇത് നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇന്റൻസിറ്റിയും തമ്മിൽ ലീനിയർ വേരിയേഷൻ ആണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഈ ഗ്രാഫ് ശരിയാണ്, ഈ ഗ്രാഫ് തെറ്റാണ്. ഇനി ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ ഗ്രാഫുകളൊക്കെ എന്താണ്? തെറ്റാണ്. ശരിയല്ലേ? ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ത് മാത്രമേ ഉള്ളൂ? എ ഓൺലി ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ആൻസർ മാത്രം മാർക്ക് ചെയ്തത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ പല ഗ്രാഫുകൾ കണ്ടു, വേരിയേഷൻസ് സ്റ്റഡി ചെയ്തു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഓരോന്നായിട്ട് പറയാം. ആദ്യത്തെ ഐഡിയയിൽ നിന്ന് നമ്മൾ പഠിച്ച സാധനമാണ് ഫോർ എ ഗിവൺ. ഇതിൽ ഞാൻ വളരെ ജസ്റ്റ് പോയിന്റ് ക്രിസ്പ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ബട്ട് സ്റ്റേറ്റ്മെന്റിൽ ഞാൻ മുഴുവൻ സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ, ഒരു ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിന് ഫോർ എ പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച ഗ്രാഫ്. ഫോട്ടോ ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്യുന്നു? ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് കൂടും. രണ്ടാമത്തെ ഐഡിയ പറയുന്നത് ശ്രദ്ധിക്കുക. ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ആൻഡ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ഒരു ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലും ഫോർ എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, സാച്ചുറേഷൻ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. സാച്ചുറേഷൻ കറണ്ടും എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് നമ്മൾ രണ്ടാമത് പഠിച്ച ഗ്രാഫ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഐഡിയ ആണ് ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ, ഒരു ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിന് there exists a minimum cutoff frequency, ഒരു മിനിമം കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താ പേര്? ത്രെഷോൾഡ് ഫ്രീക്വൻസി, below which there is no photoelectric effect. Okay, then above threshold frequency, threshold frequencyക്ക് മേലെ പോയാൽ എന്താണ് സംഭവിക്കുക? ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് മേലെ കൈനറ്റിക് എനർജിനെ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നും പറയാം കേട്ടോ. ഓക്കെ, കൈനറ്റിക് എനർജി എന്താണ്? വേരീസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി. ഇതാണ് നമ്മൾ അവസാനം പഠിച്ച ഗ്രാഫ്. പറഞ്ഞു മനസ്സിലായോ? above threshold frequency, അപ്പോൾ below threshold frequency there is no photoelectric effect. but threshold frequencyക്ക് മേലെ പോയാൽ എന്ത് സംഭവിക്കും?
കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ, എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ദാറ്റ് വേരീസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി. ഈ ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞു തന്നാണ്, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ സ്റ്റേറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് എ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ഇത് ലൈറ്റ് വന്ന് വീഴലും ഇലക്ട്രോൺ പുറത്തേക്ക് പോലും ഒരുമിച്ച് നടക്കുക, പെട്ടെന്ന് നടക്കുന്നതാണ്. അതായത് ടൈം ഡിലേ ഒന്നുമില്ല. ഇതിന്റെ ടൈം ഡിലേ തന്നെ പറയുന്നത് 10⁻⁻⁹ സെക്കൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം എത്രയും ചെറുതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ദീസ് ആർ ദ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നേരം ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഒബ്സർവ് ചെയ്യപ്പെടുന്നത് ഹെർട്സ് ആണ് ഒബ്സർവ് ചെയ്തത്. അത് 1887-ലാണ്. ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ലൈറ്റിന്റെ തിയറി എന്ന് പറയുന്നത് വേവ് തിയറിയാണ്. ഈ വേവ് തിയറി വെച്ചിട്ട് ഒരു കാരണം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ അതിന് ഒരു ഐഡിയ കൊണ്ടുവന്നതാണ് ആര്? ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ത് ചെയ്യുന്നത്, ക്വാണ്ടം ഐഡിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തത്, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എന്താണ് ഐൻസ്റ്റൈൻ്റെ ഐഡിയ എന്നും ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ എന്നുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഐൻസ്റ്റൈൻ്റെ ഐഡിയ? ഒന്ന് ശ്രദ്ധിച്ചേ. വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഐൻസ്റ്റൈൻ പറഞ്ഞു, അതായത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് ബൈ കണ്ടിന്യൂസ് അബ്സോർപ്ഷൻ ഓഫ് എനർജി ഫ്രം ഇൻകമിംഗ് റേഡിയേഷൻ. ഇൻകമിംഗ് റേഡിയേഷനിൽ നിന്ന് കണ്ടിന്യൂസ്ലി എനർജി അബ്സോർബ് ചെയ്തിട്ടൊന്നല്ല ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു റേഡിയേഷൻ എനർജി, ശ്രദ്ധിക്കാട്ടോ, അദ്ദേഹത്തിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നതാണ് റേഡിയേഷൻ എനർജി. റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത് is a build-up of discrete units. റേഡിയേഷൻ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിൽഡപ്പ് ഓഫ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്. ഡിസ്ക്രീറ്റ് യൂണിറ്റ്സിന്റെ ഒരു ബിൽഡപ്പ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം ഓഫ് എനർജി ഓഫ് റേഡിയേഷൻ, അല്ലെങ്കിൽ സിംപിളി അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫോട്ടോൺസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഒരു സോഴ്സിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്, എനർജിയുടെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ടാണ്. ആ പാക്കറ്റ് ഓഫ് എനർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോട്ടോൺസ്. ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞ അത്രയാണ്. പറഞ്ഞു മനസ്സിലായോ? ദാറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജീസ് ആർ കോൾഡ് ഫോട്ടോൺസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോൺസ് പറയുന്നത്. ദെൻ എനർജി ഓഫ് ഫോട്ടോൺ. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഐഡിയ എത്രയാണ്, എനർജി ഓഫ് ഫോട്ടോൺ. ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫ്രീക്വൻസി. അത് എന്തുമായി റിലേറ്റഡ് ചെയ്തിരിക്കുകയാണ്, അതിന്റെ ഫ്രീക്വൻസിയുമായി റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്, എച്ച് ന്യൂ ആണ്. എച്ച് എന്താണ് മക്കളെ, എച്ച് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാട്ട് ഈസ് ന്യൂ? ന്യൂ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാം, ഒരു മെറ്റാലിക് സർഫസ് ഇലക്ട്രോൺസ് ഒക്കെ എന്താണ്, ബൗണ്ടഡ് ആണ്. പറഞ്ഞു മനസ്സിലായോ? ഒരു മെറ്റാലിക് സർഫസിൽ എന്താണ്, ഇലക്ട്രോൺസ് എല്ലാം എന്താണ്, ബൗണ്ടഡ് ആണ്. സോ ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റാലിക് സർഫസ്. ഒരു മെറ്റാലിക് സർഫസിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട മിനിമം എനർജിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ഐഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പൊ ഒന്നാമത്തെ ഐഡിയ ഞാൻ പറയുന്നത് ഫോട്ടോണിന്റെ ഐഡിയ ആണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഫോട്ടോണിന്റെ എനർജിനെ പറ്റിയാണ്. മൂന്നാമത് ഞാൻ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, വർക്ക് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Y50 വെച്ചിട്ടാണ്. ഈ 50 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് H ന്യൂ സീറോ. വാട്ട് ഈസ് ന്യൂ സീറോ? ന്യൂ സീറോ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്, ത്രെഷോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയുന്ന ആശയം നിങ്ങൾ ശ്രദ്ധിക്കാതെ, ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത്രേ ഉള്ളൂ. അതായത് ഐൻസ്റ്റൈൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഹാപ്പൻസ് ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ ഓഫ് photons of incident radiation with electrons of metallic surface. അതായത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കുന്നത്, അതായത് ഇൻകമിംഗ് ലൈറ്റിലെ ഫോട്ടോൺസും മെറ്റാലിക് സർഫസിലെ ഇലക്ട്രോൺസും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണമാണ്. അപ്പോൾ ഇൻകമിംഗ് ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, ശ്രദ്ധിക്കൂ. ഇൻകമിംഗ് ലൈറ്റിന്റെ എനർജി എത്രയാണ്, എച്ച് ന്യൂ ആണെന്ന് അറിയാലോ. അത് രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഒന്ന്, ഇലക്ട്രോണെ മെറ്റാലിക് സർഫസിൽ നിന്നും ഇജക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ബാക്കി ഈ വരുന്ന ഇൻകമിംഗ് ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് അപ്പിയർ ചെയ്യും, ഈ ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് അപ്പിയർ ചെയ്യപ്പെടും. അപ്പൊ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം, എനർജി ഓഫ് ദി ഇൻകമിംഗ് ഫോട്ടോൺ ക്യാൻ ബി റിട്ടൺ ആസ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ പ്ലസ് വർക്ക് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഇതാണ്
ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ മാറ്റി എഴുതാം. ശ്രദ്ധിക്കുക, h nu is equal to kinetic energy max plus phi 0. This is the relation. മേലെ കാണുന്ന റിലേഷൻ തന്നെയാണ് ട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് ശ്രദ്ധിക്കുക, മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാം. എന്താണ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ? ഇറ്റ് വിൽ ബി h nu minus phi 0. h nu minus phi 0. ഇനി ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേവ് ലെങ്ത്തിന്റെ ടേമിലേക്ക് മാറ്റാം. അപ്പൊ എന്താ എഴുതാം? കൈനറ്റിക് എനർജി മാക്സ് ഇസ് ഈക്വൽ ടു, ഓക്കെ, കൈനറ്റിക് എനർജി മാക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? hg/λ മൈനസ് phi 0. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റി മാറ്റി എഴുതാം. ഇനി കൈനറ്റിക് എനർജി മാക്സിന് എന്തെന്ന് എഴുതാം? അത് ഞാൻ നേരത്തെ പഠിപ്പിച്ചതാ, ev0 എന്ന് എഴുതാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ടേമിൽ എഴുതാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പഠിച്ച ഇക്വേഷൻസിനെ മാറ്റി മാറ്റി എഴുതാം. അപ്പൊ ദിസ് ഇസ് ദ ഐഡിയ. ഇതാണ് ഐൻസ്റ്റീന്റെ എക്സ്പ്ലനേഷനും ഐഡിയയും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ഇനി ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് ഇക്വേഷനെ പ്രോപ്പർലി യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ആദ്യത്തെ ചോദ്യം. ഫോർ എ മെറ്റൽ ഓഫ് വർക്ക് ഫംഗ്ഷൻ, ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ട്, വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 50 = 6.6 ഇലക്ട്രോൺ വോൾട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേവ് ലെങ്ത് ഇൻസിഡന്റ് ഡസ് നോട്ട് ഗീവ് റൈസ് ടു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ കുറെ വേവ് ലെങ്ത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി ഒന്നില്ലെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മേലെ ആവണം. ഇനി അത് വേവ് ലെങ്ത്തിന്റെ ടേമിലാണ് പറയുന്നതെങ്കിൽ ത്രഷോൾഡ് വേവ് ലെങ്ത്തിന് കീഴേ ആവണം. പറഞ്ഞു മനസ്സിലായോ? ത്രഷോൾഡ് വേവ് ലെങ്ത്തിന്റെ താഴെയുള്ളതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. ബട്ട് ഫ്രീക്വൻസി ആണെങ്കിൽ മേലുള്ള ഫ്രീക്വൻസിക്ക്. ഈ ഒരു ഐഡിയ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഫോർമുല പറഞ്ഞുതരാം. എന്താണ് ആ ഷോർട്ട് കട്ട് ഫോർമുല എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. λ0 കണ്ടുപിടിക്കണം. അപ്പൊ ആകെ കൂടെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ എനർജി തന്നിട്ടുണ്ട്. വർക്ക് മെറ്റൽ ഫംഗ്ഷൻ എന്ത് തന്നിട്ടുണ്ട്? വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോ ഈ ത്രഷോൾഡ് വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ്? ഈ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് അല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. വെരി സിമ്പിൾ. അതായത് ലാംഡ ഇൻ നാനോമീറ്റർ. ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചോട്ടാ. ലാംഡ ഇൻ നാനോമീറ്റർ. നാനോമീറ്ററിൽ വേവ് ലെങ്ത് കിട്ടും എപ്പോ? 1240 divided by E in electron volt. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ലാംഡ ഇൻ നാനോമീറ്റർ is equal to 1240 divided by E in electron volt. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലാംഡ. ശ്രദ്ധിക്കാട്ടാ, ലാംഡ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോവാണ്. എത്രയാണ്? 1240 divided by what is E? E എത്രയാ? ഇവിടത്തെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ത്രഷോൾഡ് വേവ് ലെങ്ത് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് എനർജി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഫംഗ്ഷൻ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുക 6.6. ഇനി ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതരുത് കേട്ടാ. ഇലക്ട്രോൺ വോൾട്ടിലുള്ള വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടാ. പറഞ്ഞു മനസ്സിലായോ? ഈ ഇലക്ട്രോൺ വോൾട്ടിലുള്ള വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1240 നിങ്ങൾ 6.6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 187. ഉത്തരം എന്തിലായിരിക്കും കിട്ടുക? നാനോമീറ്ററിലാണ്. അപ്പൊ കൃത്യമായി സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കണം. ഈ എന്ന് പറഞ്ഞ വാല്യൂ ഇലക്ട്രോൺ വോൾട്ടിലുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ 6.6 എഴുതിയിട്ട് പിന്നെ ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റി 1.6 എന്നൊന്നും പറഞ്ഞ് എഴുതരുത്. തെറ്റി പോകും, മൊത്തം തെറ്റായി പോകും കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിച്ചപ്പോ 187 നാനോമീറ്റർ എന്ന് കിട്ടി. ആരെ? ത്രഷോൾഡ് വേവ് ലെങ്ത് കിട്ടി. ഇതിന് താഴെയുള്ള വേവ് ലെങ്ത്തുകൾക്ക് മാത്രമല്ലേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മേലുള്ളതിന് പറ്റുമോ? ഇല്ല. അപ്പം ആരാണ് ഇതിലത്തെ ആള്? 200 നാനോമീറ്ററിന് ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? When light of a given wavelength falls on a metallic surface, അതായത് ഒരു given wavelength ഉള്ള ലൈറ്റ് when falls on a metallic surface, ഒരു മെറ്റാലിക് സർഫസിൽ വന്ന് എന്ത് ചെയ്യുന്നു? വീഴുന്നു. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫോർ ഫോട്ടോ ഇലക്ട്രോൺ is 3.2 volt. If a second light having wavelength twice of the first light used, the stopping potential drop to 0.7 volt. The wavelength of first light. അപ്പോൾ പറയുന്നത് മനസ്സിലാക്കുക, ഒരു given photosensitive മെറ്റീരിയൽ ആണ്. അതിലേക്ക് ആദ്യം ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വന്ന് വീണു. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? 3.2. ഇതേ സ്ഥലത്തേക്ക്
ഡബിൾ വേവ് ലെങ്ത് ഉള്ള വേവ് ലെങ്ത് കൂടി, വേവ് ലെങ്ത് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? എനർജി കുറയും, ശരിയല്ലേ? അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറയും. അപ്പോ ഡബിൾ വേവ് ലെങ്ത് ഉള്ള ആളെ യൂസ് ചെയ്തപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയായിട്ട് മാറി? 0.7 ആയിട്ട് മാറി. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻസിഡന്റ് ലൈറ്റ്? വന്ന് വീണ ഫസ്റ്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്താണ്? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ലൈറ്റ്? അപ്പൊ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക? ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഇക്വേഷൻ എടുക്കുക. എങ്ങനെയാണ് ഇക്വേഷൻ എടുക്കുക? നമ്മൾ ബേസിക്കലി പഠിച്ച ഇക്വേഷൻ ഏതാണ്? hc/λ = കൈനറ്റിക് എനർജി മാക്സ് പ്ലസ് φ0. φ0 അവിടെ കിടന്നോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇനീഷ്യലി ആദ്യത്തെ കേസ് 1. ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ മാറ്റാം, എന്നിട്ട് കേസ് 1 എഴുതാം. This hc/λ കൈനറ്റിക് എനർജി മാക്സിനെ നമ്മൾ എന്തെന്ന് എഴുതാം? ev0 പ്ലസ് φ0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ടേമിൽ എഴുതാം. ബിക്കോസ് ഡാറ്റ തന്നിരിക്കുന്ന കൈനറ്റിക് എനർജി അല്ല, പകരം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ കൈനറ്റിക് എനർജിനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ടേമിൽ എഴുതണം. ഐഡിയ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കേസിലേക്ക് പോകാം. ഫസ്റ്റ് കേസ് 1. എന്താണ് കേസ് 1 എന്ന് പറയുന്നത്? ആദ്യത്തെ കേസിൽ നമ്മൾ ഉപയോഗിച്ച വേവ് ലെങ്ത് എത്രയാണ്? ലാംഡയാണ്. ഓക്കെ, ആദ്യത്തെ കേസിൽ നമ്മൾ ഉപയോഗിച്ച വേവ് ലെങ്ത് എത്രയാണ്? ലാംഡ. അപ്പൊ hc/λ is equal to E into സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാ? 3.2 പ്ലസ് വർക്ക് ഫംഗ്ഷൻ എത്രയാ? y0. ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ കേസ് വരുമ്പോൾ വേവ് ലെങ്ത് ഞാൻ എന്താക്കി മാറ്റി? 2λ ആക്കി മാറ്റി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 3.7 ആയി. സോ ഹൗ ദ ഇക്വേഷൻ വി ക്യാൻ റീറൈറ്റ് ദ ഇക്വേഷൻ? hc/λ എന്തായി? 2λ. E into സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാ? 0.7 പ്ലസ് φ0. ഇനി നമ്മുടെ ആവശ്യം ലാംഡ കണ്ടുപിടിക്കലാണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് ലാംഡ കണ്ടുപിടിക്കുക? ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് വർക്ക് ഫംഗ്ഷനും കൂടെ ഒഴിവാക്കാം. അപ്പൊ വർക്ക് ഫംഗ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കാം. അപ്പൊ എന്ത് കിട്ടും? hc/λ മൈനസ് hc/2λ is equal to E into 3.2 മൈനസ് 0.7 പ്ലസ് 0. കാരണം φ0 അപ്പുറത്ത് ക്യാൻസൽ ആയി. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ വരാ? hc/λ hc/2λ കുറച്ച് എന്താ കിട്ടുക? നിങ്ങൾ തന്നെ പറഞ്ഞു. ഇറ്റ് ഈസ് hc/2λ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരാം. ഇവിടെ എന്താ വരാ? E into 2.5. ശരിയല്ലേ? E into 2.5. ഈ ലാംഡ കണ്ടുപിടിച്ചാൽ മതി. ലാംഡ എന്തായിരിക്കും? ലാംഡ വിൽ ബി ഈക്വൽ ടു, പറഞ്ഞു, ലാംഡന്റെ വാല്യൂ എന്താ വരാ? ശ്രദ്ധിക്കൂ കേട്ടോ. ലാംഡന്റെ വാല്യൂ എന്താ വരാ? ദിസ് hc divided by 2 into E into 2.5. Now we have to substitute. Okay, substitute ചെയ്യണം. h ന്റെ വാല്യൂ എത്രയാ? 6.6 into 10 raised to minus 34. c ന്റെ വാല്യൂ എത്രയാ? 3 into 10 raised to 8. ശരിയല്ലേ? 2 into what is E? E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജ് അല്ലേ? Okay, E. So 1.6 into 10 raised to minus 19. Okay, then ഇതിന്റെ വാല്യൂ എത്രയാ? 2.5. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയോളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എന്ന് പറഞ്ഞ് കിട്ടും. 2.5 into 10 raised to minus 7 meter എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ വാല്യൂ 1. ഇതെല്ലാവർക്കും ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താ പറയണേ? ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ എ മെറ്റാലിക് പ്ലേറ്റ് ഹാവിംഗ് വർക്ക് ഫംഗ്ഷൻ. വീണ്ടും വർക്ക് ഫംഗ്ഷൻ. ഒരു മെറ്റാലിക് സർഫസിൽ ലൈറ്റ് വന്ന് വീണു. അതിന്റെ വർക്ക് ഫംഗ്ഷൻ അവർ തന്നിട്ടുണ്ട്. എത്രയാണ് വർക്ക് ഫംഗ്ഷൻ തന്നേക്കണേ മക്കളെ? 110. ശ്രദ്ധിക്കൂ കേട്ടോ. 110 into 10 raised to minus 20 joule. If the photoelectron produced have zero kinetic energy. ഇതാണ് ശ്രദ്ധിക്കേണ്ട സാധനം. വരുന്ന ആൾക്കാർക്ക് എന്തില്ല? സീറോ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ഒന്നുമില്ല. അതായത് വന്ന് വീണ ലൈറ്റിന്റെ മുഴുവൻ എനർജിയും എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റിന്റെ ആംഗുലർ ഫ്രീക്വൻസി എന്താണ്? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജി എന്തിനോട് ഈക്വൽ ആയി? അത് മുഴുവൻ ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ ഉപയോഗിച്ചു. കൈനറ്റിക് എനർജി ഇല്ല എന്നാ പറയുന്ന ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഈ എനർജി ഓഫ് ദി ഇൻകമിംഗ് ഫോട്ടോൺ വിൽ ബി ഈക്വൽ ടു എന്താണ്? വർക്ക് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് കിട്ടി? 110 into 10 raised to 2 joule. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എനർജി കിട്ടിയില്ലേ? ഇനി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പൊ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക? E is equal to h nu. അപ്പൊ nu is equal to എന്താ? E by h. ക്ലിയർ അല്ലേ? ഐഡിയ പറഞ്ഞത് മനസ്സിലായില്ലേ മക്കളെ? അതായത് വരുന്ന ലൈറ്റിന്റെ എല്ലാ എനർജിയും എന്തിനു വേണ്ടി ഉപയോഗിച്ചു?
ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഇൻകമിങ് ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആണ്. നമുക്ക് വാല്യൂ അല്ലേ ആവശ്യമുള്ളൂ. അപ്പൊ ഇന്റെ വാല്യൂ എത്രയാ? ഇന്റെ വാല്യൂ എത്രയാണ്? ഇന്റെ വാല്യൂ വരുന്നത് ഇന്റെ വാല്യൂ നമുക്ക് വരുന്നത് 110 ഇൻറ്റു 10⁻⁻20 ഡിവൈഡഡ് ബൈ എച്ചിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 6.6 ഇൻറ്റു 10⁻⁻34. വാല്യൂ ഒക്കെ അറിയാലോ, ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടാ. അപ്പൊ മ്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 16.66 ഇൻറ്റു 10⁻⁻ എത്രയാണ്? 14 ഹെർട്സ് ആണ് നമുക്കിത് ചെയ്താൽ കിട്ടാം. പക്ഷെ ഫ്രീക്വൻസി എന്താണെന്നല്ല ചോദ്യം, ആംഗുലർ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ആംഗുലർ ഫ്രീക്വൻസി എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? പറഞ്ഞോളൂ. ആംഗുലർ ഫ്രീക്വൻസി നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക ഒമേഗ ഈക്വൽ ടു 2π മ്യൂ. അപ്പൊ എത്രയാ? 6.28 അല്ലേ? 2π മ്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 16.66 ഇൻറ്റു 10⁻14. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 104 ഇൻറ്റു 10⁻14 എന്നാണ് കിട്ടുക. അപ്പൊ എത്രയായിരിക്കും? 1.04 ഇൻറ്റു 10⁻16 എന്ന് എഴുതാം. ക്ലിയർ? അപ്പൊ ഫ്രീക്വൻസി നമുക്ക് കിട്ടി. ആംഗുലർ ഫ്രീക്വൻസി ആയതുകൊണ്ട് അതിന്റെ ഉത്തരം എന്താണ്? റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ആൻസർ എല്ലാവർക്കും മനസ്സിലായല്ലോ. 1.04 ഇൻറ്റു 10⁻16. ക്ലിയർ? അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? ക്ലിയർ? യെസ്. ആൻസർ മാർക്ക് ചെയ്ത് കറക്റ്റ് അല്ലേ? തെറ്റിയില്ലല്ലോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാറ്റർ വേവ്സ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ലൈറ്റിന്റെ ഒരു ഡ്യുവൽ ആസ്പെക്റ്റിനെ പറ്റിയിട്ടാണ്. ഈ ചാപ്റ്ററിൽ ഞാൻ പാർട്ടിക്കിൾ ആസ്പെക്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് മുമ്പ് നിങ്ങൾ പഠിച്ച വേവ് ഒപ്റ്റിക്സിലൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇന്റർഫറൻസ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഡിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പോളറൈസേഷൻ പഠിച്ചിട്ടുണ്ട്. ഈ ബിഹേവിയറിലൊക്കെ ഈ ഫിനോമിനാസിലല്ല ലൈറ്റ് ബിഹേവ്സ് ആസ് ഇറ്റ് ഈസ് എ വേവ്. പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഇന്ന് നമ്മൾ പഠിച്ച ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പിന്നെ ഒരു മെൻഷനിങ് ഉള്ളതാണ് കോംപ്റ്റന്റ് ഇഫക്ട്. NCERT മെൻഷനിങ് ഉള്ളതാണ്. ഓക്കെ, ഈ കോംപ്റ്റന്റ് ഇഫക്ട് ഈ ബിഹേവിയറിലൊക്കെ ലൈറ്റ് എന്തുപോലെ ബിഹേവ് ചെയ്യാണ്? ഒരു പാർട്ടിക്കിൾ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ലൈറ്റ് ബിഹേവ്സ് ആസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബഞ്ച് ഓഫ് പാർട്ടിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ ലൂയിസ് വിക്ടർ ഡീബ്രോയ്, അതായത് ഡീബ്രോയുടെ മനസ്സിൽ, ഡീബ്രോഗിലി എന്ന് എഴുതിയാലും നമ്മൾ അതിനെ എന്താ വിളിക്കുക? ഡീബ്രോയ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ ഡീബ്രോയ് എന്ത് പറയുന്നുണ്ട്? ഒരു ഐഡിയ പറയാണ്. അതായത് ഈ ലൈറ്റിന് ഇങ്ങനെ ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട്. അതായത് ലൈറ്റ് ചില സമയത്ത് വേവ് ആവുന്നു, ചില സമയത്ത് അത് പാർട്ടിക്കിൾ ആവും. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസ്, നമ്മുടെ മാറ്ററിന് ഇങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടോ? ഇതിനെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്? ഡീബ്രോയ് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ ഡീബ്രോയ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ലൈറ്റിനെ പോലെ തന്നെ മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്, ശ്രദ്ധിക്കുക, എന്താണ്? മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ they will show wave like behavior. പറഞ്ഞു മനസ്സിലായോ? മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ ചില സ്യൂട്ടബിൾ കണ്ടീഷനിൽ എന്തുപോലെ ബിഹേവ് ചെയ്യും? വേവ് പോലെ ബിഹേവ് ചെയ്യും. ക്ലിയർ അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ the wavelength of that matter wave, ആ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ലാംഡ ഈക്വൽ ടു h/p. അതായത് അതിന്റെ വേവ് ലെങ്ത് ഈ മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാറ്റർ വേവ്. ക്ലിയർ അല്ലേ? മാറ്ററിനെ അസോസിയേറ്റ് ചെയ്ത വേവ് മാറ്റർ വേവ്. ക്ലിയർ അല്ലേ? അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാറ്റർ വേവിന്റെ വേവ് ലെങ്ത് അതിന്റെ മൊമെന്റവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് റിലേഷൻ? ലാംഡ ഈക്വൽ ടു h/p. ഇനി മൊമെന്റത്തെ നമുക്ക് എങ്ങനെ എഴുതാം? h/mv എന്ന് എഴുതാം. മൊമെന്റം മാസും വെലോസിറ്റിയുമായി റിലേറ്റഡ് ആണെന്ന് അറിഞ്ഞൂടെ? അപ്പോൾ വാട്ട് ഈസ് ദ മാസ് ഓഫ് ദാറ്റ് മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ? വാട്ട് ഈസ് v? വെലോസിറ്റി ഓഫ് ദാറ്റ് മൂവിങ് പാർട്ടിക്കിൾ. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ആളെ പറ്റിയിട്ടല്ല പറയണ്ട, മൂവ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്, റെസ്റ്റിലിരിക്കുന്ന ആൾക്ക് ഇല്ല. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഇനി ഈ മൊമെന്റത്തെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ടേമിൽ എഴുതാൻ പറ്റും. കൈനറ്റിക് എനർജി E എന്ന് പറയുന്നത് എന്താണ്? p²/2m ആണ്. p²/2m ആണ്. അങ്ങനെയാണെങ്കിൽ P is equal to എന്താണ്? √2me. P എന്താണ്? √2me. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? ലാംഡ ഈക്വൽ ടു h/√2me. This is the equation. ലാംഡ ഈക്വൽ ടു h/√2me. അപ്പൊ ഈ ഇക്വേഷൻ എന്തിന്റെ ടേമിലായി? കൈനറ്റിക് എനർജിന്റെ ടേമിലായി. ക്ലിയർ? അപ്പൊ ഇവിടെ ഡയറക്ട്ലി മൊമെന്റത്തിന്റെ ടേമിൽ, ഇത് മാസിന്റെ വെലോസിറ്റിന്റെ ടേമിൽ, ഈ റിലേഷൻ എന്തിന്റെ ടേമിലാ? കൈനറ്റിക് എനർജിന്റെ ടേമിൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചാർജ് Q ആണെന്ന് വിചാരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇലക്ട്രോണോ പ്രോട്ടോണോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അതിനെ
ഒരു വി പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ആക്സലറേറ്റ് ചെയ്തു. അതിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു വി പൊട്ടൻഷ്യലിലേക്ക് ആക്സലറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എനർജി ഗെയിൻ? അത് ഗെയിൻ ചെയ്തിരിക്കുന്ന എനർജി ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? E is equal to എന്തായിരിക്കും? QV ആണ്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ V എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ എന്ന് എഴുതിയാൽ പോരാ, ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ. ഒരു ചാർജർ പാർട്ടിക്കിൾ, അതിന്റെ ചാർജ് Q, ഇറ്റ് ഈസ് ആക്സലറേറ്റഡ് ടു എ പൊട്ടൻഷ്യൽ V. വാട്ട് ഈസ് എനർജി ഗെയിൻ? QV. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എനിക്ക് ഒന്നും കൂടെ മാറ്റി എഴുതാം. ലാംഡ is equal to h divided by root of 2m into QV. വെലോസിറ്റി അല്ലാട്ടോ, ദിസ് ഇസ് പൊട്ടൻഷ്യൽ, ക്യാപിറ്റൽ ലെറ്റർ V. ഓക്കെ, വെലോസിറ്റി ഇവിടെ സ്മോൾ ലെറ്റർ V. തെറ്റിക്കരുതേ, ഇവിടെ ഉള്ളത് ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. സോ ദിസ് ഇസ് അനദർ റിലേഷൻ. ഇത്രയും റിലേഷൻ ആണ് ഡി ബ്രോയ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോണിന്റെ കേസിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇലക്ട്രോണിന്റെ കേസ് ആണെങ്കിൽ കേസിലാണെങ്കിൽ ഈ ഡി ബ്രോയ് വേവ് ലെങ്ത് വരുന്ന ഇക്വേഷൻ കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. 1.227 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ റൂട്ട് വി. Yes, this is the relation, the case of electron. Okay, yes. അപ്പോൾ നമുക്ക് എന്തിലേക്ക് പോവാം? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ? The graph which shows the variation of 1 by lambda square and its kinetic energy where lambda is the de Broglie wavelength of a particle. അപ്പോൾ 1 by lambda സ്ക്വയറും ഇയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഡി ബ്രോയ് റിലേഷൻ ആണ് പറയുന്നത് കേട്ടോ. വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഡി ബ്രോയ് വേവ് ലെങ്ത് കൈനറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ ഞാൻ ഇപ്പം നിങ്ങൾ പഠിപ്പിച്ചു. എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2me. ശരിയല്ലേ? എന്ത് തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞേക്കണം? 1 by ലാംഡ സ്ക്വയറും ഇയും തമ്മിൽ. ആരുടെ കേസിൽ? മാറ്റർ വേവിന്റെ കേസ് അല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനൊന്ന് സ്ക്വയർ ചെയ്തേ. അപ്പൊ ലാംഡ സ്ക്വയർ, ഇക്വേഷൻ തന്നെ പഠിപ്പിച്ചെന്നാണ് കേട്ടോ, ഇക്വേഷൻ തന്നെ പഠിപ്പിച്ചെന്നാണ്. ഒന്ന് സ്ക്വയർ ചെയ്തേ. ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2me. അപ്പൊ ഇതില് എച്ച് കോൺസ്റ്റന്റ് ആണ്, ഇതിൽ ഇ കോൺസ്റ്റന്റ് ആണ്. ശരിയല്ലേ? അപ്പോ ലാംഡ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1 by e എന്ന് കിട്ടിയില്ലേ? അല്ലെങ്കിൽ 1 by ലാംഡ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു e എന്ന് കിട്ടിയില്ലേ? ഇതാണ് ഉത്തരം. ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വന്ന എന്താ? ലാംഡ സ്ക്വയറും ഇയും തമ്മിലല്ലാട്ട ഗ്രാഫ്, 1 by ലാംഡ സ്ക്വയറും ഇയും തമ്മിലാണ് ഗ്രാഫ്. 1 by ലാംഡ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു e. ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ? An electron with a mass m with the initial velocity v equal to v0i enters a magnetic field b equal to v0j. If the initial de Broglie wavelength at t equal to 0 is lambda 0, then its value after a time t. ഇത് കണ്ടാൽ നമ്മൾ ആകെ പേടിക്കും. ദൈവമേ, ഇതേ തന്നിരിക്കുന്നു വെലോസിറ്റി വെക്ടർ, ഇതേ തന്നിരിക്കുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. എഫ് ബി is equal to q into v cross b. ഇതൊക്കെ വെച്ച് ഞാൻ ചെയ്ത് ഒക്കെ കണ്ടുപിടിക്കണോ? ഒരാവശ്യമില്ല. പറഞ്ഞു മനസ്സിലായോ? ഐ വിൽ ഷോ യു എ സിമ്പിൾ ഐഡിയ. സം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്താ? ഇതേതാ ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ്. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം ഓർത്തിരിക്കുക. മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക്. മാഗ്നറ്റിക് ഫോഴ്സ് ഒരു പണി കൊടുക്കില്ല. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളുടെ എനർജി മാറില്ല. പറഞ്ഞു മനസ്സിലായോ? അതായത് അതിന്റെ വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നും വരില്ല, അതിന്റെ ഡയറക്ഷൻ മാത്രമേ മാറുള്ളൂ. അപ്പൊ വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നും വരാത്തടത്തോളം കാലം ഡി ബ്രോയ് വേവ് ലെങ്ത് മാറും. കാരണം ഡി ബ്രോയ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞ ഇനീഷ്യൽ ഡി ബ്രോയ് വേവ് ലെങ്ത് എന്താ? ലാംഡ 0 ഈക്വൽ ടു എച്ച് ബൈ എം വി 0 അല്ലേ? അതിൽ ഒരു മാറ്റവും വരില്ല. കാരണം എന്താണ്? കാരണം ഇവിടെ എന്തില്ല? വെലോസിറ്റി മാറില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡിന് വർക്ക് ചെയ്യില്ല. മാഗ്നറ്റിക് ഫീൽഡ് ആകെ കൂടെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതില് ഒരു മാറ്റവും വരില്ല. ആൻസർ ഈസ് ലാംഡ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ നമുക്കൊന്ന് നോക്കാം. എന്താണ് പറയുന്നത്? ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. എ പാർട്ടിക്കിൾ ഹാവിംഗ് ഇലക്ട്രിക് ചാർജ്. ഒരു പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ചാർജ് തന്നിട്ടുണ്ട്. എത്രയാണ് ചാർജ് തന്നിരിക്കുന്നത്? Q is equal to 3 into 10 raised to minus 19 കൂളം. അതിന്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 into 10 raised to minus 27 കിലോഗ്രാം.
is accelerated by an applying potential. Yes, accelerating potential ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ ഞാൻ ഇത് എന്തിനാ പഠിപ്പിച്ചതെന്ന്? ഓക്കെ. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ് അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ടിക്കിൾ? ഈ പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത മാറ്റർ വേവിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഡയറക്റ്റ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യലിന്റെ ടേമിലുള്ളത് h divided by root of 2m2v. Now you directly substitute it. h എത്രയാ? 6.6 into 10 raised to minus 34 divided by റൂട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും? റൂട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും? 2 into മാസ് എത്രയാ മക്കളെ? 6 into 10 raised to minus 27. ചാർജ് എത്രയാ? 3 into 10 raised to minus 19 into v എത്രയാണ്? ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ്? 1.21. ശരിയല്ലേ? 1.21. നെക്സ്റ്റ് എന്ത് ചെയ്യണം കേട്ടോ? ഇവിടെ വരെ ഉണ്ട് റൂട്ട്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, റൂട്ടൊന്നും പേടിക്കണ്ട. ഈ 2 into 6 into 3 into 1.21 എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ ആ റൂട്ട് വരെ 43ന്റെ അടുത്താണ്. ഞാൻ എഴുതാൻ നിൽക്കുന്നില്ല, 43ന്റെ അടുത്താണ് റൂട്ട്. ആ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6.6 ആണ് കിട്ടുക. ഓക്കെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ന്യൂമറേറ്റർ ഇങ്ങനെ ഇരിക്കും, ഡിനോമിനേറ്റർ എന്താ വരാ? 6.6 into 10 raised to 23 എന്നാണ് വരാ. നോക്കിക്കോളൂ, ഇവിടെ പവർ 46 ആണ് വരാ. അപ്പൊ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 23, സോറി മൈനസ്. അല്ലേ? യെസ്. ഇനി നമ്മൾ എന്ത് വരുന്നു? ഈ 2 into 6 into 3 into 121 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ. അത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എത്ര വരാ നോക്കിക്കോ. 12 12 into 3 36 36 into 1.21 ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താണ് 43 വരാം. റൂട്ട് 43 എന്ന് പറഞ്ഞാൽ 6.6 ആണ്. അങ്ങനെ ഇത് രണ്ടും കട്ടായി പോയി. അപ്പൊ നമുക്ക് ആൻസർ എന്തെന്ന് പറഞ്ഞു കിട്ടും? ലാംഡ ഈക്വൽ ടു, യെസ്, ലാംഡ ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു കിട്ടും? 10 raised to minus 11 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അതായത് ഇങ്ങനെ 1 into 10 raised to minus 11 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. പക്ഷെ ആൻസർ എങ്ങനെ എഴുതണം? ഈ ഫോർമാറ്റിലാണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? ലാംഡ ഈക്വൽ ടു 10 into 10 raised to minus 12 മീറ്റർ എന്ന് എഴുതി കൂടെ? എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന എത്രയാ? ലാംഡ into 10 raised to minus 12 മീറ്റർ. അപ്പൊ ലാംഡ എത്രയാ? 10. കഴിഞ്ഞു. ഓക്കെ. യെസ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല? അപ്പൊ ഈ പഠിപ്പിച്ച ഇക്വേഷൻസ് കൃത്യമായി പഠിച്ചോളൂ. ദെൻ ഒരു മാഗ്നലിസ്റ്റ് കോളമാണ് ഇത്. നിങ്ങൾക്ക് അറിയാം, റീസെന്റ് നിങ്ങൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ നീറ്റിന്, നമ്മുടെ ക്യാൻസൽ ചെയ്ത നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? ബാച്ച് ദ കോളമാണ്. നോക്കുക. E equal to h nu എന്താണ്? എനർജി ഓഫ് ഫോട്ടോൺ. ഡിഫ്രാക്ഷൻ ആൻഡ് ഇന്റർഫറൻസ് അതെന്താണ്? വേവ് നേച്ചർ. ലാംഡ ഈക്വൽ ടു h by v അതിനെ ഡി ബ്രോയ് വേവ് ലെങ്ത്. കോംപ്റ്റൺ ഇഫക്റ്റ് പാർട്ടിക്കിൾ നേച്ചർ. ആൻസർ എത്രയാണ്? 1. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡ്യുവൽ നേച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും എടുത്തതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ ഈസിയിൽ നെക്സ്റ്റ് നീറ്റിന് ക്രാക്ക് ചെയ്യാൻ, ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇത് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.